ഒരു സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു വൻ വിസ തട്ടിപ്പാണ് ഇവിടെ അനാവൃതമാകാൻ പോകുന്നത്. അതായത് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള, അതായത് 14 ജില്ലകളിൽ നിന്നുമുള്ള സംസ്ഥാനത്ത് പുറത്തുനിന്നുമുണ്ട്, മംഗലാപുരംകാരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. പലരും അവരിൽ നിന്നെല്ലാമായിട്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് 43 പേരാണ്. ഏതാണ്ട് 100-ലധികം പേരിൽ നിന്നായിട്ട് ഏകദേശം 5 കോടി രൂപയ്ക്ക് മേളിലാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. അതായത് എല്ലാ യുവാക്കളാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവരെല്ലാവരും കാനഡയ്ക്ക് വിസ തരാം എന്ന് പറഞ്ഞ് ജോലിക്കായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പണം എടുത്തിരിക്കുന്നത്. ഇവർക്ക് നോർക്കയിലോ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസിലോ അങ്ങനെ യാതൊരു ലൈസൻസും ഇവർക്കില്ല. 2022 നവംബറിലാണ് ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത്. 2027 ഡിസംബർ തൊട്ട് 4 ലക്ഷം രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. 5 മാസത്തിനുള്ളിൽ എൻ്റെ വൈഫിനെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ്. തന്നെയല്ല, വയനാട്ടിൽ ഇവർക്ക് 12 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയും ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട്, പയ്യമ്പള്ളിയിൽ ഇവർക്ക് സ്ഥലമുണ്ട് മാനന്തവാടിയിൽ, അതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളിനകത്ത് ഇരയായത്. ഇതുവരെയും അവരൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഇവരെ എൻ്റെ കേണിച്ചർ സ്റ്റേഷൻ, വയനാട്ടിൽ കേണിച്ചർ സ്റ്റേഷനിൽ ഇവരെ വിളിച്ചു വരുത്തി എനിക്ക് എൻ്റെ 4 ലക്ഷം രൂപ എനിക്ക് മടക്കി തരാമെന്ന് പറഞ്ഞ് 3 മാസത്തിനുള്ളിൽ, മാർച്ച് മാസം തൊട്ട് ജൂൺ മാസത്തിന് 30-നുള്ളിൽ 3 മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എഗ്രിമെൻറ്റ് പേപ്പർ സ്റ്റേഷനിൽ കൊടുക്കുകയും എനിക്ക് എഗ്രിമെൻറ്റ് പേപ്പർ തരികയും ചെയ്തു. ശേഷം അവരെ ശേഷം വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫോൺ എടുക്കുകയോ യാതൊരു റിപ്ലൈയും ചെയ്യുന്നില്ല. ഇതുവരെ ഒരു പേപ്പർ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ നമ്മളെ പൈസ മനഃപൂർവ്വം തട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് വന്നപ്പോഴാണ് ഇത്രയും പേരധികം ഇതിനകത്ത് ചതിയിൽപ്പെട്ടിരിക്കുന്നുള്ളത് വിവരം അറിയാൻ സാധിച്ചത്.